സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഇവിടെ സഖറിയാവ് ഒരു ജനതയെ നോക്കി പ്രവചിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി, മതിലിടിഞ്ഞു, ആരാധന തകർന്നു. ആ കാലഘട്ടത്തിൽ ഇനിയും ആലയം പണിയത്തില്ല, ആരാധന പണിയപ്പെടത്തില്ല, മതിൽ പണിയപ്പെടത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ജാതീയ രാജാവായ കോരശിൻ്റെ മനസ്സിനെ സർവശക്തനായ ദൈവം ഉണർത്തി. 3 ഗ്രൂപ്പ് പണിയാനിറങ്ങി. ഒന്നാമത്തെ ഗ്രൂപ്പ് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലും, രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രായുടെ നേതൃത്വത്തിലും, മൂന്നാമത്തെ ഗ്രൂപ്പ് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലും. സെരൂബാബേൽ വന്നത് ആലയം പണിയാനാ, എസ്ര വന്നത് ആരാധന പുനഃസ്ഥാപിക്കാനാ. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് വന്നത് മതിൽ പണിയാനാ. സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ ആലയം പണിയാൻ വന്നപ്പോൾ ആ പണിയെ നീണ്ട 16 വർഷം ശത്രു തടസ്സങ്ങൾ സൃഷ്ടിച്ചു. സ്തോത്രം. എന്നാൽ ഇനിയും പണിയാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പം 2 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, ഹഗ്ഗായും സഖറിയാവും. അവർ നിന്ന് പ്രവചിക്കുക, സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, എൻ്റെ ആത്മാവ് കൊണ്ട് ഇത് പണിയാൻ പോവുക. സെരൂബാബേലിൻ്റെ കൈ ഇതിന് അടിസ്ഥാനമിട്ടെങ്കിൽ അവൻ്റെ കൈ തന്നെ ഇത് പൂർത്തീകരിക്കും. അങ്ങനെ പ്രവചിച്ചു വന്ന പ്രവചന ദൂതിനകത്ത്, സ്തോത്രം, 9-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ പറയുകയാണ്, ഈ ജനം വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റി കിടക്കുക. ഇപ്പം ഞാൻ അവരെ എൻ്റെ നിയമരക്തത്താൽ വിടുവിക്കും. എന്നിട്ട് പറയുകയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, ഇവർ പ്രത്യാശയുള്ളവരാ, പക്ഷെ ഇപ്പം ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇതിനകത്ത് ഇന്ന് പറയാൻ പോകുന്ന ദൂത്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഏതാണ് ഈ മടങ്ങി വരാൻ പറഞ്ഞ കോട്ട? പറയാം. സ്തോത്രം. ഇത് സുരക്ഷിത സ്ഥാനമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിൽക്കട്ടെ. അതെന്താണെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഒരു സുരക്ഷിത സ്ഥലത്താണോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാം, പ്രത്യാശയുള്ള ബദ്ധന്മാരെ എവിടേക്ക് മടങ്ങിവാ? കോട്ടയിലേക്ക് മടങ്ങിവാ, സുരക്ഷിത സ്ഥലത്തേക്ക് മടങ്ങിവാ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്റെ സൂക്ഷ്മതക്കുറവല്ല നീ തകരാതിരിക്കുന്നത്, നീ ഒരു സുരക്ഷിത സ്ഥാനത്താണ്. ഏതൊക്കെ സംഘടിത ശക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റവരൊക്കെ ലജ്ജിച്ചു തലതാഴ്ത്താൻ കാരണം നീ നിൽക്കുന്നത് ഒരു സുരക്ഷിത സ്ഥലത്താണ്. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഇതു സംബന്ധിക്കുന്ന ദൂതാണ് ഇന്ന് നിന്നോട് പറയാൻ ആത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നത്. ഏതാണ് നമ്മൾ വരേണ്ട കോട്ട? ഏതാണ് നമ്മൾ വരേണ്ട മതിൽ? ഏതാണ് നമ്മൾ ഒളിക്കേണ്ട സുരക്ഷിത സ്ഥലം? സണ്ണി പാസ്റ്റർ ഒരു കാര്യം വിവരിച്ചു. അനർത്ഥ ദിവസത്തിൽ അവൻ നിൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഞാൻ നിന്നോട് പറയാം, ദൈവത്തിൻ്റെ സുരക്ഷിത സ്ഥലത്ത് ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ നിന്നെ ഒരു കണ്ണുകൾക്കും കാണാൻ കഴിയത്തില്ല.